ആധുനിക കാലത്ത് വിവാഹവും വിവാഹമോചനവുമൊക്കെ സാധാരണമാണ്. ഒന്ന് രണ്ട് വിവാഹങ്ങളില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം എന്നാണ് ആധുനിക തലമുറ ചോദിക്കുന്നത്. പ്രണയവും ബ്രേക്കപ്പുമൊക്കെ സ്വാഭാവികം. എന്തായാലും പഴയകാലത്തെ ഒരു നടി, ഇപ്പോൾ സീരിയലുകളിൽ സജീവമായ നടി, അഞ്ചു കെട്ടിയിട്ടും തളരാതെ നിൽക്കുന്നു. ആ നടിയുടെ പേര് രേഖ രതീഷ്. ജീവിതത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ നടി എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. തൻ്റെ പ്രണയങ്ങളും തൻ്റെ ദാമ്പത്യ ജീവിത തകർച്ചകളും തുറന്നു പറയാൻ അവർക്കൊരു മടിയുമില്ല. അവിടെയാണ് രേഖ രതീഷ് വ്യത്യസ്തയായി മാറുന്നത്. പരസ്പരം, മനസ്സ്, ആയിരത്തിലൊരുവൾ, കാവ്യാഞ്ജലി തുടങ്ങിയ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് രേഖ രതീഷ്. മാമ്പഴക്കാലം, പല്ലാവൂർ ദേവനാരായണൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ. ശബ്ദ ലേഖകരായിരുന്ന, അതായത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്ന രതീഷിൻ്റെയും രാധാമണിയുടെയും മകളാണ് രേഖ. രാധാമണി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല, അറിയപ്പെടുന്ന നാടക നടി കൂടി ആയിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ, ഏകദേശം 4 വയസ്സുള്ളപ്പോൾ തന്നെ രേഖ അഭിനയ ജീവിതത്തിൽ പ്രവേശിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും ബലം അവർക്ക് ഉണ്ടായിരുന്നു. 18 വയസ്സിലായിരുന്നു രേഖയുടെ ആദ്യ വിവാഹം. യൂസഫിനെയാണ് രേഖ വിവാഹം കഴിച്ചത്. അതൊരു പ്രണയ വിവാഹം ആയിരുന്നു. രേഖയ്ക്ക് പ്രണയമെന്നാൽ ജീവിതമാണ്, പ്രണയ തകർച്ച എന്നാൽ ജീവിത ദുഃഖവും. യൂസഫുമായുള്ള ബന്ധം അതിവേഗം വേർപിരിഞ്ഞു രേഖ. പിന്നീട് രേഖ വിവാഹം കഴിച്ചത് നടൻ നിർമ്മൽ പ്രകാശിനെ. നിർമ്മൽ പ്രകാശ് സീരിയലിലും സിനിമയിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മധുമോഹൻ്റെ മാനസി എന്ന സീരിയലിലൊക്കെ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു നിർമ്മൽ പ്രകാശ്. നിർമ്മൽ പ്രകാശുമായുള്ള ദാമ്പത്യ ജീവിതം രേഖയ്ക്ക് തീച്ചൂളയായിരുന്നു. രേഖയേക്കാൾ പ്രായം വളരെ കൂടുതലായിരുന്നു അയാൾക്ക്. മാത്രമല്ല, മദ്യപിച്ചെത്തുന്ന നിർമ്മൽ പ്രകാശ് രേഖയെ ക്രൂരമായി പീഡിപ്പിച്ചു. അയാളുടെ പീഡനം സഹിക്കവയ്യാതെ ആ ബന്ധം രേഖ ഉപേക്ഷിച്ചു. നിർമ്മൽ പ്രകാശ് പിന്നീട് വൃക്കരോഗബാധിതനായി കിടന്നു. ആരും സഹായിക്കാനില്ലാതെ അനാഥമായി നിർമ്മൽ അന്തരിച്ചു. നിർമ്മൽ മരിച്ചപ്പോൾ രേഖ പോയിരുന്നോ എന്നറിയില്ല. പക്ഷേ നിർമ്മലിൻ്റെ അവസാന ജീവിതം വല്ലാത്ത ഒരു അവസ്ഥയിൽ ആയിരുന്നു, ഒറ്റയ്ക്കുള്ള ജീവിതം. അടുത്തതായി രേഖ വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അത് വലിയ വിവാദമുണ്ടാക്കി. നടി ഉർവശിയുടെയും കലാരഞ്ജനയുടെയും കൽപ്പനയുടെയും സഹോദരൻ കമൽ റോയിയാണ് രേഖ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. അവിടെയും അസ്വാരസ്യങ്ങൾ. കമൽ റോയിയും രേഖയും തമ്മിൽ ഒരു തരത്തിലും യോജിച്ചു പോയില്ല. ഉർവശിക്കും കൽപ്പനയ്ക്കും കലാരഞ്ജനിക്കുമൊന്നും ഈ ബന്ധം അത്ര ഇഷ്ടവും ആയിരുന്നില്ല. കൽപ്പന മാത്രമാണ് ഈ രേഖയോട് അല്പം മമത കാണിച്ചിരുന്നത് എന്ന് അവർ മംഗളത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. കമൽ റോയിയുമായുള്ള ബന്ധവും ഒരു തീച്ചൂളയായി മാറി രേഖയ്ക്ക്. കമൽ റോയി രോഗബാധിതനായി. അമിതമായ മദ്യാസക്തിയായിരുന്നു കമൽ റോയിയുടെയും പ്രശ്നം. മാത്രമല്ല, രേഖയെ സംശയത്തോടെ വീക്ഷിച്ചിരുന്നു അയാൾ. അങ്ങനെ കമൽ റോയിയുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു രേഖ. 4മതായി രേഖ വിവാഹം കഴിച്ചത് അഭിഷേക് എന്ന തന്നേക്കാൾ പ്രായം കുറഞ്ഞ യുവാവിനെ. അതും ഒരു പ്രണയ വിവാഹമായിരുന്നു. അതിൽ അവർക്ക് ഒരാൺകുട്ടിയുണ്ട്. അഭിഷേകുമായുള്ള വിവാഹം അല്പകാലം നീണ്ടു നിന്നു. ബാക്കിയുള്ളതൊന്നും അങ്ങനെ ദീർഘകാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭിഷേകുമായുള്ള വിവാഹം അല്പകാലം നീണ്ടു നിന്നു. എന്തായാലും അഭിഷേകുമായും രേഖ പിന്നീട് വേർപിരിഞ്ഞു. ഇപ്പോൾ രേഖ 5മത്തെ വിവാഹത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. താനും ഒരാളും തമ്മിൽ പ്രണയത്തിലാണെന്ന് രേഖ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന് പറഞ്ഞിരിക്കുന്നു. വൈകാതെ താൻ വിവാഹിതയാകുമെന്നും രേഖ പറഞ്ഞിരിക്കുന്നു. രേഖയ്ക്ക് വിവാഹവും വിവാഹമോചനവും ഒന്നും പുത്തരിയല്ല. പക്ഷേ ഓരോ വിവാഹമോചനത്തിനും ഓരോ കാരണങ്ങൾ രേഖ നിരത്തുന്നുണ്ട്. ആദ്യ വിവാഹം
യൗവനാരംഭത്തിലെ ഒരു കൗതുകം, രണ്ടാം വിവാഹം അബദ്ധം, മൂന്നാം വിവാഹം അതിലേറെ അബദ്ധം, നാലാം വിവാഹം പ്രായത്തിൻ്റെ വ്യത്യാസം കാരണം തകർന്നുപോയി. ഇപ്പോൾ തനിക്ക് അനുയോജ്യനായ ഒരു വരനെ കിട്ടിയിരിക്കുന്നു എന്നാണ് രേഖ പറയുന്നത്. രേഖ അഭിനയ രംഗത്ത് സജീവമാണ്. ഒരു കാലത്ത് മോഡലായൊക്കെ തിളങ്ങിയിരുന്നു അവർ. പിന്നീട് അവർ അഭിനയ രംഗത്ത് സീരിയലിൽ സജീവമായി മാറി. ഒരു കാലത്ത് സ്ലിം ബ്യൂട്ടി ആയിരുന്ന രേഖ പിന്നീട് തടിച്ച ശരീരമുള്ള പ്രകൃതക്കാരിയായി മാറി. രേഖയെപ്പറ്റി പല ഗോസിപ്പുകളും പ്രചരിപ്പിച്ചു. ആ ഗോസിപ്പുകൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മംഗളം വാരികയിൽ രേഖ അഭിമുഖം കൊടുത്തത്. ആ അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പുരുഷന്മാരെ പറ്റിയും തൻ്റെ ജീവിതം തീച്ചൂളയായതിനെ പറ്റിയും വ്യക്തമായി അവർ പറഞ്ഞിരുന്നു. പക്വതയോടെ താൻ ജീവിതത്തെ കണ്ടില്ല എന്നായിരുന്നു രേഖ ആ അഭിമുഖത്തിൽ പറഞ്ഞത്. പക്വതയോടെ ജീവിതത്തെ കണ്ടിരുന്നെങ്കിൽ ആദ്യ വിവാഹം സംഭവിക്കുമായിരുന്നില്ല. രണ്ടാം വിവാഹം, നിർമ്മൽ പ്രകാശുമായുള്ള രണ്ടാം വിവാഹം നടക്കുമായിരുന്നില്ല. കമൽ റോയിയെ വിവാഹം കഴിക്കുമായിരുന്നില്ല. അഭിഷേകുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പക്വതയുള്ള പ്രണയബന്ധം തനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് രേഖയുടെ വെളിപ്പെടുത്തൽ. പറയുന്നത് രേഖയായതുകൊണ്ട് കണ്ടറിഞ്ഞ് കാണണം എല്ലാം.